ലോ അക്കാദമി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ലോ അക്കാദമി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ വൈകുന്ന സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ അടിയന്തരമായി ഇടപെടണം. ഇത്രയും ദിവസക്കാലം വിദ്യാർത്ഥി സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാകാത്തത് ഖേദകരമാണ്. ഗവൺമെന്റ് ഇടപെടാത്ത സാഹചര്യത്തിൽ ചാൻസലർ ഇടപെട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. KPCC വിശാല നിർവാഹക സമിതി യോഗത്തിൽ നേതാക്കൾക്ക് AK ആന്റണിയുടെ രൂക്ഷ വിമർശനം. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടെന്ന് ആന്റണി തുറന്നടിച്ചു. പാർട്ടിയില്ലെങ്കിൽ നേതാക്കളില്ലെന്ന് ഓർക്കണമെന്നും ആന്റണി ഓർമ്മിപ്പിച്ചു. പാർട്ടിയിൽ നിന്ന് പോയാൽ എല്ലാം നഷ്ടപ്പെടുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുള്ള ആന്റണിയുടെ പരോക്ഷ വിമർശനം. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല, കാലിനടിയിലെ മണ്ണ് BJP കൊണ്ടുപോകുന്നു. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കളെ ഇനി ആവശ്യമില്ല. ഉറച്ച മതേതര മുഖമുള്ള നേതാക്കൾ ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതേ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി തെളിയിക്കുന്നുവെന്നും ആന്റണി പറഞ്ഞു. ഹൈക്കമാൻഡ് അനാഥമായെന്നായിരുന്നു മുതിർന്ന നേതാവ് MM ജേക്കബിന്റെ വിമർശനം. നേരത്തെ അവിടെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമുള്ളതായി തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതെന്നും MM ജേക്കബ് വിമർശിച്ചു. ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് സുധീരന്റെ പ്രതികരണം. പുനഃസംഘടനാ നടപടികൾ AICC മുന്നോട്ടു പോകും. പുനഃസംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടർ ചർച്ചകളുമായി നീണ്ടുപോയി. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് KPCC നിർവാഹക സമിതി ചേരുന്നതിലൊരു ഇടവേള ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പാർട്ടിയുടെ സർവ്വ ഘടകങ്ങളെയും കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ലോ അക്കാദമിയുടെ ഭൂമിയും കോളേജും സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC പ്രമേയം പാസാക്കി. 7 മാസത്തിനു ശേഷം ചേർന്ന KPCC യോഗത്തിൽ ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം സെറീന വില്യംസ് ചരിത്ര നേട്ടത്തോടെയാണ് സെറീന കിരീടം അണിഞ്ഞത്. വിവരങ്ങളുമായി മനു ചേർന്നുണ്ട്. മനു, ഏറെ പ്രത്യേകതകളുള്ളൊരു വിജയം കൂടിയാണ് സെറീനയെ സംബന്ധിച്ചിടത്തോളം. എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ ഒരു കിരീട നേട്ടത്തോടെ ഉണ്ടായിരിക്കുന്നത്? വിവരങ്ങൾ. തീർച്ചയായിട്ടും സൗമ്യ, ഏറെ പ്രത്യേകതകളുള്ള ഒരു കിരീട നേട്ടം തന്നെയാണ് സെറീനയ്ക്ക് സ്വന്തമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആധുനിക ടെന്നീസിന്റെ, അതായത് ഈ ഗ്രാൻഡ് സ്ലാം ഓപ്പൺ സീരീസ് തുടങ്ങിയതിനു ശേഷമുള്ള 23 ഗ്രാൻഡ് സ്ലാം കിരീടം നേടി ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടം സ്വന്തമാക്കിയ താരമെന്ന റെക്കോർഡാണ് സെറീന വില്യംസിന് മുന്നിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 22 കിരീട നേട്ടങ്ങൾ നേടിയ സ്റ്റെഫി ഗ്രാഫിന്റെ, ഇതിഹാസ താരം സ്റ്റെഫി ഗ്രാഫിന്റെ റെക്കോർഡാണ് ഇപ്പോൾ സെറീനയ്ക്ക് മുന്നിൽ വഴിമാറിയിരിക്കുന്നത്. ഇതോടെ ആധുനിക ടെന്നീസിലെ ഏറ്റവും മികച്ച താരമെന്ന പദവിയിലേക്ക്, ഇതിഹാസങ്ങളുടെ നിരയിലേക്ക് സെറീന വില്യംസ് കൂടി ഉയർന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് മെൽബൺ പാർക്കിൽ കാണാൻ കഴിഞ്ഞത്. സെറീനയും ചേച്ചി വീനസ് വില്യംസും തമ്മിലായിരുന്നു ഇന്ന് മെൽബൺ പാർക്കിലെ കലാശ പോരാട്ടം. ഒരു ഘട്ടത്തിൽ പോലും സെറീനയ്ക്ക് യാതൊരു തരത്തിലുള്ള വെല്ലുവിളിയും ഉയർത്താൻ വീനസിനായില്ല. നേരിട്ടുള്ള സെറ്റുകൾക്ക് 6-4, 6-4 എന്ന സ്കോറിന് വെറും 1.25 മണിക്കൂർ കൊണ്ട് മത്സരം പൂർത്തിയാക്കി സെറീന ചരിത്രം കുറിക്കുകയായിരുന്നു. ഇത് സെറീനയുടെ 7ാമത്തെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിരീടമാണ്. 23 ഗ്രാൻഡ് സ്ലാം എന്ന ഒരു ചരിത്ര നേട്ടത്തിന് തന്നെ ഇത് ഒരുപക്ഷെ ടെന്നീസിന്റെ കരിയറിലെ, ടെന്നീസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും കരുത്തുറ്റ നേട്ടം കൂടി എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ ചോക്ലേറ്റ് സുന്ദരിമാരൊക്കെ അരങ്ങു വാഴുന്ന പ്രൊഫഷണൽ ടെന്നീസ് ലോകത്തിൽ കറുപ്പിന്റെ കരുത്ത് ലോകത്തിന് വിളിച്ചു പറഞ്ഞ താരമായിരുന്നു സെറീന വില്യംസ്. ഒരു ഘട്ടത്തിൽ മരണത്തോട് പോലും മല്ലടിച്ചിട്ട് പിന്നീട് തിരികെ മൈതാനത്തെത്തി ചരിത്രങ്ങൾ കീഴടക്കി പോയ ഒരു പാരമ്പര്യം കൂടിയുണ്ട് ഇപ്പോൾ സെറീനയ്ക്ക് പറയാൻ വേണ്ടി. ഏതായാലും ഓസ്ട്രേലിയൻ ഓപ്പണിലെ ഈ ഒരു കിരീടം സെറീനയുടെ നേട്ടത്തിൽ വലിയൊരു പൊൻതൂവലായിരിക്കുന്നു. ഒപ്പം തന്നെ ലോക റാങ്കിങ്ങിലെ 1ാം നമ്പർ സ്ഥാനം തിരികെ പിടിക്കാനും ഈ വിജയത്തോടെ സെറീനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 22 കിരീടങ്ങൾ നേടിയ സ്റ്റെഫി ഗ്രാഫിന്റെ ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ സെറീനയ്ക്ക് മുന്നിൽ വഴിമാറിയിരിക്കുന്നത്. ഈ സെറീനയും വീനസ് വില്യംസും തമ്മിൽ 8ാമത്തെ ഗ്രാൻഡ് സ്ലാം ഫൈനലാണ് നമുക്കിന്ന് മെൽബണിൽ കാണാൻ കഴിഞ്ഞത്. അതിൽ 7ലും സെറീന വിജയിച്ചു എന്ന് പറയുന്നിടത്താണ് സെറീനയുടെ ആ ഒരു പവർഫുൾ ഗെയിം
എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു കാലഘട്ടത്തിൽ വീനസിന്റെ നിഴലായിട്ടായിരുന്നു, അല്ലെങ്കിൽ വീനസിന്റെ അനിയത്തി എന്ന നിലയിലായിരുന്നു സെറീന വില്യംസിനെ ലോകം അടയാളപ്പെടുത്തിയിരുന്നത്. പിന്നീട് ഒരു ചരിത്ര നേട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചരിത്ര മുഹൂർത്തത്തിലേക്ക് തന്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രമാണ് സെറീന വില്യംസ് ഉയർന്നു വന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. കഴിഞ്ഞ US ഓപ്പണിൽ ഈ ഒരു ചരിത്ര നേട്ടം സെറീന മറികടക്കുമെന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷേ അന്ന് സെമി ഫൈനലിൽ പുറത്താകാനായിരുന്നു സെറീനയുടെ വിധി. എന്നാൽ ഇപ്പോൾ ഈ വർഷത്തെ ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടത്തിൽ തന്നെ, ടൂർണമെന്റിൽ തന്നെ കിരീടം അണിഞ്ഞുകൊണ്ട് ആ ഒരു ചരിത്ര നേട്ടം സെറീന വില്യംസ് കുറിച്ചിരിക്കുന്നു. ഏതായാലും റാങ്കിങ്ങിലെ 1ാം സ്ഥാനം തിരികെ പിടിക്കാനും കഴിഞ്ഞുകൊണ്ട് തന്നെ ഇരട്ടി മധുരമാണ് ഈ ഒരു ടൂർണമെന്റ് വിജയം സെറീന വില്യംസിന് ലഭിച്ചിരിക്കുന്നത്. സൗമ്യ, മനു, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് വന്നാൽ, ഒന്ന് ലോകം നോക്കിയിരുന്നത് സഹോദരിമാരുടെ പോരാട്ടം എന്ന രീതിയിൽ തന്നെ ആയിരുന്നു. മറുഭാഗത്ത് ഈ ഒരു മത്സരം പ്രത്യേകിച്ച് ആദ്യം മുതൽക്കേ തന്നെ തന്റെ ആ ഒരു മേൽക്കോയ്മ കാണിക്കാൻ സെറീനക്കായിരുന്നു. എങ്ങനെയായിരുന്നു മത്സരത്തിലുടനീളം ഇരുവരുടെയും പ്രകടനങ്ങൾ? തീർച്ചയായിട്ടും സൗമ്യ, ആദ്യ നിമിഷം മുതൽ തന്നെ സെറീനയുടെ ഒരു ആധിപത്യമായിരുന്നു നമുക്ക് മത്സരത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. ആ സ്കോർ നില അത് സൂചിപ്പിക്കുമല്ലോ. കാരണം നേരിട്ടുള്ള സെറ്റുകൾക്ക് തന്നെ മത്സരം കീഴടങ്ങിയിരിക്കുന്നു. 6-4, 6-4 എന്ന സ്കോറിന് 2 സെറ്റിലും കാര്യമായ വെല്ലുവിളികൾ സെറീനയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും സെറീനയുടെ ഒരു പവർഫുൾ ഗെയിം തന്നെയായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. സെറീനയ്ക്ക് തന്റെ കഴിവിന്റെ പരമാവധി ഒന്നും പുറത്തെടുക്കേണ്ടി വന്നില്ല എന്നതുകൂടി ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വെല്ലുവിളി ഉണ്ടായിരുന്നില്ല ഈ ഒരു മത്സരത്തിൽ വീനസിന്റെ ഭാഗത്തു നിന്നും. കൃത്യമായ ലോങ് റാലികളിലൂടെ എതിരാളികളെ വിഷമിപ്പിക്കുന്ന സെറീനയുടെ ആ പതിവ് തന്ത്രം തന്നെയായിരുന്നു ഇത്തവണയും സെറീന വീനസിനെതിരെയും പുറത്തെടുത്തത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഒരുപക്ഷെ നെറ്റിന്റെ സൈഡിലേക്ക് എത്തി കൂടുതൽ പോയിന്റുകൾ നേടുന്ന ഒരു തന്ത്രം സെറീന പുറത്തെടുത്തു. അതിനെ മറികടക്കാൻ വീനസിന് ആയില്ല എന്നതാണ് നമുക്ക് 6-4, 6-4 എന്ന നേരിട്ടുള്ള സെറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. 3ാമത്തെ സെറ്റിലേക്ക് മത്സരം പോകേണ്ട ഒരു അവസരം പോലും സെറീന ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നിടത്തായിരിക്കും എത്രമാത്രം ആധിപത്യത്തോടെയാണ് ഈ ഒരു മത്സരം സെറീന സ്വന്തമാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. നേരത്തെ സൗമ്യ പറഞ്ഞതുപോലെ ഇന്ന് ലോകം മുഴുവനുള്ള ആരാധകർ കാത്തിരുന്നത് ഇതൊരു കുടുംബ പോരാട്ടമായിരുന്നു. കാരണം ആര് ജയിച്ചാലും കിരീടം വില്യംസ് വീട്ടിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. മാത്രമല്ല 8 വർഷങ്ങൾക്ക് ശേഷമാണ് വീനസ് വില്യംസ് ഒരു ഫൈനലിലേക്ക് വരുന്നതും സെറീനയും വീനസും ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നതും. ആ ഒരു പ്രത്യേകത, അങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള മത്സരമായിരുന്നു. ഏതായാലും സെറീന ചരിത്ര നേട്ടത്തോടു കൂടി തന്നെയാണ് സെറീനയുടെ ഈ ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടം. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒത്തുതീർപ്പിന് മാനേജ്മെന്റ് തയ്യാറാവണം. സമരം സർക്കാർ വിരുദ്ധ സമരമാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോടിയേരി ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾ സമരവേദി സന്ദർശിച്ചു. അതുകൊണ്ട് ഈ സമരത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി പ്രശ്നങ്ങളായി കണ്ട്, കോളേജിന്റെ പ്രശ്നങ്ങളായി കണ്ട് അതിലിടപെടുകയാണ് വേണ്ടത്. അതിനു പകരം ഇതിനെ ഒരു രാഷ്ട്രീയ സമര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം അത് കരുതിയിരിക്കുകയും വിദ്യാർത്ഥി സമരം വിജയിപ്പിക്കുകയും വേണം. അതിനാവശ്യമായി വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. ഈ സമരം നടത്തുന്ന SFI പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള CPIM നേതാക്കൾ സമരപന്തൽ സന്ദർശിച്ചത്. ജീവൻ ചേർന്നുണ്ട്. വിവരങ്ങളുമായി ജീവൻ, അദ്ദേഹത്തിന്റെ സന്ദർശനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. വിദ്യാർത്ഥികളുടെ സമരത്തിന് പൂർണ്ണ പിന്തുണ CPIM പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ തന്നെ. അതിന്റെ ബാക്കിയെന്നോണമാണെന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉച്ചയ്ക്ക് 2:30 SFIയുടെ സമരപന്തൽ സന്ദർശിച്ചത്. വലിയ വിദ്യാർത്ഥി പ്രകടനത്തിന്റെ അകമ്പടിയോടുകൂടിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ വിദ്യാർത്ഥികൾ സ്വീകരിച്ചത്. കോടിയേരി ബാലകൃഷ്ണനൊപ്പം CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് അംഗം MV ഗോവിന്ദ മാസ്റ്റർ എന്നിവരുണ്ടായിരുന്നു. ഈ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം ന്യായമാണെന്നും മാനേജ്മെന്റ് പിടിവാശി ഉപേക്ഷിക്കണമെന്നും വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ സമരത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുന്നതിനായി ചില ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അവരുടെ വലയിൽ വിദ്യാർത്ഥികൾ വീഴാൻ പാടില്ല എന്ന കൃത്യമായ സന്ദേശവും ഈ കാര്യത്തിൽ കോടിയേരി നൽകിയുണ്ടായി. അതിൽ കോടിയേരിക്ക് ശേഷം DCCയുടെ നേതൃത്വത്തിൽ ഈ സമരപന്തലിലേക്ക് മാർച്ചുണ്ടായിരുന്നു. തുടർന്ന് സംസാരിച്ച, ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ച KPCCയുടെ അധ്യക്ഷൻ VM സുധീരൻ ഈ സമരം രാഷ്ട്രീയ സമരം തന്നെയാണ്. ഇതൊരു കേവലം വിദ്യാർത്ഥി സമരം മാത്രമല്ല, ഇതൊരു രാഷ്ട്രീയ സമരം കൂടിയാണ്. ഒപ്പം ഈ സമരത്തിൽ വിദ്യാർത്ഥികൾ ഭൂമി പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായി ഉന്നയിക്കുന്നുണ്ട്. അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ CPM നടത്തുന്ന ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം കളിക്കുന്നത് എന്നും VM സുധീരൻ പറയുകയുണ്ടായി. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോഴും മാർച്ചും ധർണയും ഇവിടെ ലോ അക്കാദമി ലോ കോളേജിന്റെ മുന്നിൽ പുരോഗമിക്കുകയാണ്.
ജീവനാണ് വിവരങ്ങൾ നൽകിയത്. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായരെ പരീക്ഷാ ചുമതലയിൽ നിന്ന് 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യണമെന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ആവശ്യം. അതേസമയം ലോ അക്കാദമിയുടെ അഫിലിയേഷൻ സംബന്ധിച്ച രേഖകൾ സർവകലാശാലയിൽ ഇല്ലെന്ന് വൈസ് ചാൻസലർ യോഗത്തെ അറിയിച്ചു. ലോ അക്കാദമിക്കെതിരെ ഗുരുതര വീഴ്ചകൾ അടങ്ങിയ റിപ്പോർട്ടാണ് ഉപസമിതി സിൻഡിക്കേറ്റിന് സമർപ്പിച്ചത്. ലോ അക്കാദമി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഗവർണർക്ക് കത്ത് നൽകുമെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ ലോ അക്കാദമി വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടാൻ വൈകുന്ന സാഹചര്യത്തിൽ ചാൻസലർ കൂടിയായ ഗവർണർ അടിയന്തരമായി ഇടപെടണം. ഇത്രയും ദിവസക്കാലം വിദ്യാർത്ഥി സമരം ശക്തമായി മുന്നോട്ട് പോകുമ്പോഴും ഇതിനൊരു പരിഹാരമുണ്ടാകാത്തത് ഖേദകരമാണ്. ഗവൺമെന്റ് ഇടപെടാത്ത സാഹചര്യത്തിൽ ചാൻസലർ ഇടപെട്ട് ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലോ അക്കാദമി വിഷയത്തിൽ ചേർന്ന സിൻഡിക്കേറ്റ് യോഗം സമാപിച്ചു. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്തൊക്കെ കാര്യങ്ങളാണ് സിൻഡിക്കേറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? ഷീജ. സൗമ്യ, ഏതായാലും ഇപ്പോൾ ചില തീരുമാനങ്ങൾ സിൻഡിക്കേറ്റ് യോഗം കൈക്കൊണ്ടിട്ടുള്ളത് പ്രധാനമായും ലേഡീസ് ഹോസ്റ്റലിൽ, ലോ അക്കാദമിയിലെ വനിതാ ഹോസ്റ്റലിൽ ക്യാമറകൾ സ്ഥാപിച്ചത് സംബന്ധിച്ച് അത് അടിയന്തരമായി അവിടെ നിന്ന് മാറ്റണം എന്നൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാത്ത രീതിയിൽ ക്യാമറകൾ പുനഃക്രമീകരിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ സർവകലാശാലയിൽ പ്രധാനമായും ലോ അക്കാദമിയിലെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അവിടെ സർവകലാശാലയിൽ നിലവിലിപ്പോൾ ഇല്ല എന്നാണ് രാവിലെ വൈസ് ചാൻസലർ അറിയിച്ചത്. ഇത് സംബന്ധിച്ച് സർവകലാശാലയിലെ തന്നെ അഫിലിയേഷൻ സമിതി ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സിൻഡിക്കേറ്റ് യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ലക്ഷ്മി നായരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പ്രിൻസിപ്പലിനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അത്തരത്തിൽ ആ രീതിയിലൊരു തീരുമാനം കൈക്കൊള്ളാൻ സാധിക്കുകയില്ല. മറ്റൊന്ന്, നിലവിലിപ്പോൾ സിൻഡിക്കേറ്റിന്റെ പരിഗണനയിലുള്ളത് ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യുക, പരീക്ഷാ ചുമതലകളിൽ നിന്നും ഡീബാർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇതുവരെയും സമിതി എത്തിച്ചേർന്നിട്ടില്ല. അതിൽ ഒരു തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന് അഫിലിയേഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ പ്രധാനമായും ഈ രീതിയിൽ അഫിലിയേഷനുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു പരിശോധന അത് അഫിലിയേഷൻ സമിതി തന്നെ സർവകലാശാലയിൽ നടത്തുന്നതായിരിക്കും. എന്നാൽ അഫിലിയേഷൻ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ്, അഫിലിയേഷൻ റദ്ദാക്കാതിരിക്കാൻ വേണ്ടി ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്ന കാര്യത്തിലും ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, ലക്ഷ്മി നായരുടെ മരുമകൾ ആകാൻ പോകുന്ന അനുരാധയുടെ കാര്യമാണ്. അനുരാധയുടെ വിഷയത്തിൽ അനുരാധ എഴുതിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കൺട്രോളർ അനുരാധയുടെ പേപ്പറുകൾ എല്ലാം പരിശോധിക്കുന്നതായിരിക്കും. അനുരാധയുടെ കാര്യത്തിൽ പ്രത്യേക പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കും അതിൽ ഒരു തീരുമാനം ഉണ്ടാവുക. ഏതായാലും നിർണായകമായ ലക്ഷ്മി നായരുടെ വിഷയത്തിലും അതോടൊപ്പം തന്നെ അഫിലിയേഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിലുമാണ് ഇനി തീരുമാനം ശേഷിക്കുന്നത്. മറ്റ് വിഷയങ്ങളിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ, വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്ക് ഉൾപ്പെടെയുള്ളവ, ഇന്റേണൽ മാർക്കിന്റെ വിഷയത്തിലും അതോടൊപ്പം തന്നെ അവരുടെ മാർക്ക് ഇടുന്നതിലുള്ള വേർതിരിവ്, ഈ വിഷയങ്ങൾ എല്ലാം തന്നെ പരിശോധിക്കാൻ വേണ്ടി പ്രത്യേക ഒരു നിരീക്ഷണ സമിതി, മോണിറ്ററിംഗ് സെല്ല് രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ഉപസമിതി തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉപസമിതിയുടെ റിപ്പോർട്ട് ഐക്യകണ്ഠേന അംഗീകരിച്ചുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇപ്പോൾ ഇതുവരെ ഈ തീരുമാനങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇനി ശേഷിക്കുന്നത് പ്രിൻസിപ്പലിന്റെ കാര്യത്തിലുള്ള പ്രിൻസിപ്പലിനെ മാറ്റണമോ, അതായത് മാറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക് സർവകലാശാലയ്ക്ക് എത്താൻ സാധിക്കില്ല. ഇതിലെല്ലാം കൃത്യമായി നിരീക്ഷിക്കുക, അതിന് സർക്കാരിനെ കൂടി ആ രീതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിന് കൃത്യമായ നിർദ്ദേശം നൽകുക. ഇതെല്ലാം മാനേജ്മെന്റ് കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ, ഈ നിലവിലുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ മാനേജ്മെന്റ് നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ സർക്കാരിനെയും ഒരു നിർദ്ദേശം സമർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റ് ആലോചിക്കുന്നത്. ഇനി തീരുമാനങ്ങൾ ശേഷിക്കുന്നത് ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് ഡീബാർ ചെയ്യണമോ എന്നുള്ള വിഷയത്തിലും അഫിലിയേഷൻ സംബന്ധിച്ചുള്ള കാര്യത്തിലുമാണ്. സൗമ്യ, ഒപ്പം തന്നെ ഉയർന്നു വന്ന ഷീജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്റേണൽ മാർക്ക് വിഷയത്തിലടക്കം, ഒപ്പം തന്നെ പല കുട്ടികളെയും മാനസികമായി ഉപദ്രവിക്കുന്ന രീതിയിലേക്ക് പോലും കാര്യങ്ങൾ പോയിരുന്നു. മനുഷ്യാവകാശ ലംഘനങ്ങൾ കുട്ടികൾക്കെതിരെ നടന്നു എന്നൊക്കെ തന്നെ ഉപസമിതിയുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത വരുത്തുകയാകുമോ ഇനി സമിതി ചെയ്യുക? അതുമായി ബന്ധപ്പെട്ടൊക്കെ കുട്ടികളുടെ ഈ ഒരു വിഷയങ്ങളിൽ പ്രത്യേക സമിതിയെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ
സൗമ്യ, ഇതിൽ പ്രധാനമായും വിദ്യാർത്ഥികളുടെ ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, പരീക്ഷയ്ക്ക് മാർക്കിടുന്ന വിഷയം, ഇതെല്ലാം പരിശോധിക്കുവാൻ വേണ്ടി പ്രത്യേക മോണിറ്ററിംഗ് സെൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനാണ് ഇപ്പോൾ ഏതായാലും സിൻഡിക്കേറ്റ് ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറമെയാണ് CCTV ക്യാമറകൾ നിലവിൽ സ്ഥാപിച്ചിരുന്നതെന്ന് മാറ്റണം എന്നൊരു ആവശ്യവും അംഗീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. സിൻഡിക്കേറ്റ് യോഗം പൂർത്തിയായിരിക്കുന്നു. എന്തായാലും നിലവിൽ കുട്ടികൾ ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെയും ഉപസമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ട് അതുപോലെ തന്നെ അംഗീകരിക്കുകയാണ് സിൻഡിക്കേറ്റ് യോഗവും ചെയ്തിട്ടുള്ളത്. എന്നാൽ കോളേജിന്റെ അഫിലിയേഷൻ, ഒപ്പം തന്നെ ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് സിൻഡിക്കേറ്റ് എടുക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട ശുപാർശകൾ സർക്കാരിന് സമർപ്പിക്കുകയായിരിക്കും ചെയ്യുക. UP-യിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം നാളെ ആരംഭിക്കും. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം എന്ന മുദ്രാവാക്യത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. പ്രിയങ്ക ഗാന്ധിയും ഡിംപിൾ യാദവും പ്രചാരണത്തിന് നേരിട്ടെത്തും. അതേസമയം BJP-യിൽ സീറ്റ് വിഭജനത്തിന്റെ പേരിൽ പൊട്ടിത്തെറി രൂക്ഷമായി. ബീഹാറിൽ BJP-യെ തറപറ്റിച്ച നിതീഷ് കുമാർ ലാലു പ്രസാദ് തന്ത്രമാതൃകയിൽ സമാജ്വാദി കോൺഗ്രസ് പ്രചാരണം നാളെ മുതൽ ഉത്തർപ്രദേശിൽ ആരംഭിക്കും. അഖിലേഷും രാഹുൽ ഗാന്ധിയും സംയുക്തമായാണ് നേരിട്ട് നാളെ പ്രചാരണത്തിനെത്തുക. ഉത്തർപ്രദേശ് ആഗ്രഹിച്ച സഖ്യം UP-യുടെ സ്വന്തം പുത്രന്മാർ എന്ന വാക്യങ്ങളിലാണ് രാഹുലിന്റെയും അഖിലേഷിന്റെയും പ്രചാരണം. അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവ്, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ രംഗത്തുണ്ടാകും. ആദ്യഘട്ട വോട്ടെടുപ്പിന് 14 ദിവസം മാത്രം ബാക്കി നിൽക്കെ സമാജ്വാദി കോൺഗ്രസ് സഖ്യം കടുത്ത മത്സരം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തൽ. ഭരിക്കാനുള്ള ഭൂരിപക്ഷം 202 ആയിരിക്കെ 192 മുതൽ 196 സീറ്റുകൾ വരെ BJP-ക്ക് പരമാവധി ലഭിക്കുകയുള്ളൂ എന്നാണ് ആദ്യഘട്ട സർവേ ഫലങ്ങൾ. സമാജ്വാദി കോൺഗ്രസ് സഖ്യത്തിന് 178 മുതൽ 182 സീറ്റുകൾ ലഭിക്കാനും സാധ്യത കൽപ്പിക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP തെരഞ്ഞെടുക്കപ്പെടുമെന്നും ആദ്യഘട്ട സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഇതിനിടയിൽ സീറ്റ് വിഭജനത്തിൽ BJP-ക്കുള്ളിൽ പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കെ തർക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് സംസ്ഥാന ഘടകത്തിന് BJP കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പഞ്ചാബിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അന്തിമഘട്ടത്തിൽ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ BJP ശിരോമണി അകാലിദൾ സഖ്യവും അഴിമതി ആരോപണങ്ങളുമായി രംഗത്ത്. തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം തീരാൻ ഇനി 5 ദിവസം മാത്രം ബാക്കി. അകാലിദളിന്റെ ശക്തി കേന്ദ്രവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ ബിക്രം സിംഗിന്റെ നിയമസഭാ മണ്ഡലത്തിൽ വെച്ചാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നലെ പ്രഖ്യാപിച്ചത്. അകാലിദൾ BJP സഖ്യം കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എവിടെയെന്ന ചോദ്യം ഉയർത്തുന്നതിനിടയിലാണ് പ്രഖ്യാപനം എന്നതും ശ്രദ്ധേയം. മുതിർന്ന നേതാവ് അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടതോടെ BJP-യിൽ നിന്നും കോൺഗ്രസിലെത്തിയ ക്രിക്കറ്റ് താരം സിദ്ധുവിന്റെ ക്യാമ്പ് മൗനത്തിലായെന്ന് ആക്ഷേപമുണ്ട്. അകാലിദൾ BJP സഖ്യമാകട്ടെ അമരീന്ദർ സിംഗ് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇന്നു മുതൽ ശ്രമിക്കുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിനേക്കാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർത്തിക്കാട്ടി പ്രചാരണം നടത്തിയിരുന്ന BJP ആ തന്ത്രങ്ങളിലും മാറ്റം വരുത്തുന്നുണ്ട്. 4-ാം തീയതിയാണ് സംസ്ഥാനത്തെ വോട്ടെടുപ്പ്. 2-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കും. അതിനു മുമ്പുള്ള കടുത്ത പോരാട്ടത്തിലേക്ക് പഞ്ചാബ് ഇന്നു മുതൽ കടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവയിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ RSSന്റെയും പ്രധാന സഖ്യകക്ഷിയായ MGP-യുടെയും പിന്തുണയില്ലാതെ വെട്ടിലായിരിക്കുകയാണ് BJP. ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്നും RSSനെ അനുനയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് സംസ്ഥാന നേതൃത്വം BJP കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു. അതേസമയം 3 രൂപയ്ക്ക് ഗോതമ്പ്, 2 രൂപയ്ക്ക് അരി, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങിയ വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. അധികാരത്തിലെത്തിയാൽ കാസിനോകൾ പൂട്ടിക്കുമെന്നും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിക്കാൻ ഗോവയിൽ 5 ദിവസം മാത്രം ബാക്കി നിൽക്കെ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസും ആം ആദ്മിയും. എന്നാൽ മറാത്തിവാദികളായ ഗോമന്തക് പാർട്ടി പിന്തുണ പിൻവലിച്ചതും RSSന്റെയും പ്രധാന കക്ഷിയായ MGP-യുടെ പിന്തുണയില്ലാത്തതും BJP-യെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അഴിമതി പാർട്ടി എന്ന പേരുദോഷത്തിൽ കഴിഞ്ഞ തവണ ഒറ്റ അക്കത്തിൽ ഒതുങ്ങിപ്പോയ കോൺഗ്രസ് ഇത്തവണ യുവാക്കളെ മുൻനിർത്തിയാണ് മത്സരിക്കുന്നത്. പ്രതാപ് സിംഗ് റാണ ഉൾപ്പെടെ 5 മുൻ മുഖ്യമന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. അധികാരത്തിലെത്തിയാൽ 2 രൂപയ്ക്ക് ഗോതമ്പ്, 3 രൂപയ്ക്ക് അരി, 7 രൂപയ്ക്ക് പഞ്ചസാര, കോളേജുകളിൽ ഫ്രീ വൈഫൈ, 5 ലിറ്റർ സൗജന്യ പെട്രോൾ തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുമായാണ് കോൺഗ്രസ് പ്രചാരണം പുരോഗമിക്കുന്നത്. എന്നാൽ ആം ആദ്മിയുടെ സാന്നിധ്യം കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു എന്ന് വ്യക്തമാണ്. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ചെത്തിയ എൽവിസ് ഗോമസിനെ മുൻനിർത്തിയാണ് ആം ആദ്മിയുടെ പോരാട്ടം. മുഖ്യമന്ത്രി ലക്ഷ്മികാന്ത് പർസേക്കറെ ഉയർത്തിക്കാട്ടുന്നുവെങ്കിലും കേന്ദ്രമന്ത്രിയും മുൻ ഗോവ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ പരീക്കറെ മുൻനിർത്തിയാണ് BJP-യുടെ പ്രചാരണം. RSS നേതാവ് സുഭാഷ് വെല്ലങ്കർ രൂപീകരിച്ച ഗോവ സുരക്ഷക് മഞ്ച് BJP-ക്കെതിരെ രംഗത്തെത്തിക്കഴിഞ്ഞു.
ശിവസേന കൂടി കാവ്യ സഖ്യത്തിൽ ഭാഗമാകുന്നതോടെ ഹിന്ദു വോട്ടുകൾ ഭിന്നിക്കുമെന്ന ആശങ്കയിലാണ് BJP കേന്ദ്ര നേതൃത്വം. ക്യാമറാമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം മനുശങ്കരൻ, ദില്ലി. ജമ്മുകാശ്മീരിൽ ഹിമപാതത്തെ തുടർന്ന് മാച്ചിൽ സെക്ടറിൽ 5 സൈനികർ കുടുങ്ങിയതായി റിപ്പോർട്ട്. ഇവർക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്നും സൈന്യം അറിയിച്ചു. ഗുരേസ് മേഖലയിൽ ബുധനാഴ്ച കാണാതായ 4 സൈനികരുടെ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. ഇതുവരെ ഹിമപാതത്തിൽ മരിച്ചവരുടെ എണ്ണം 20ആയി. 7 സൈനികരെ രക്ഷപ്പെടുത്തി. സഞ്ജയ് ലീല ബൻസാലിക്കെതിരായ സംഘപരിവാർ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. ബൻസാലിക്ക് പിന്തുണയുമായി ബോളിവുഡ് താരങ്ങളും രംഗത്തെത്തി. ബൻസാലിയുടെ പുതിയ ചിത്രമായ പത്മാവതിയിൽ അലാവുദ്ദീൻ ഖിൽജിയും രജപുത്ര രാജ്ഞിയും തമ്മിലുള്ള പ്രണയരംഗം ജോധ്പൂരിൽ ചിത്രീകരിക്കുന്നതിനിടെയാണ് ബൻസാലിക്ക് സംഘപരിവാർ മർദ്ദനമേറ്റത്. പുതിയ ചിത്രമായ പത്മാവതിയുടെ ഷൂട്ടിംഗ് നടക്കുന്ന രാജസ്ഥാനിലെ ജയ്ഗാവ് കോട്ടയിലാണ് സഞ്ജയ് ലീല ബൻസാലിക്ക് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. രജപുത് കർണി സേനയുടെ പ്രവർത്തകരാണ് ബൻസാലിയെ ആക്രമിച്ചത്. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബൻസാലിയെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം അദ്ദേഹത്തിന്റെ തലമുടി അക്രമികൾ പിഴുതെടുത്തു. ബൻസാലി പത്മാവതി എന്ന ചിത്രത്തിൽ രജപുത് രാജ്ഞിയെ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ചിത്രത്തിൽ രാജ്ഞി പത്മിനിയും ഭരണാധികാരിയായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ ഉണ്ടെന്നാണ് ആക്ഷേപം. ചിത്രത്തിൽ ഇത്തരം രംഗങ്ങൾ നീക്കണമെന്നും അക്രമികൾ ഭീഷണി മുഴക്കി. സഞ്ജയ് ലീല ബൻസാലിയെ ആക്രമിച്ച സംഭവത്തിൽ സിനിമാ ലോകത്തു നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നുവന്നു. സിനിമാ താരങ്ങളായ ഋത്തിക് റോഷൻ, ആലിയ ഭട്ട്, കരൺ ജോഹർ, അനുരാഗ് കശ്യപ് തുടങ്ങിയവർ ഉറച്ച പിന്തുണയുമായി ട്വിറ്ററിൽ രംഗത്തെത്തി. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്നാണ് ഋത്തിക് റോഷൻ ട്വിറ്ററിൽ കുറിച്ചത്. സിനിമാ ലോകം ഒന്നടങ്കം ഇത്തരം ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നും താരങ്ങൾ ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്. 7 മുസ്ലിം രാജ്യങ്ങൾക്ക് അമേരിക്കയിലുള്ള പ്രവേശനം നിയന്ത്രിക്കുന്ന ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ഇറാഖ്, ഇറാൻ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾക്കാണ് നിയന്ത്രണം. അതേസമയം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നടപടികളുമായി ഫേസ്ബുക്ക് CEO മാർക്ക് സുക്കർബർഗും നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായും രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പ്രധാനമായിരുന്നു കുടിയേറ്റ വിരുദ്ധ നിയമം. പുതിയ ഉത്തരവിൽ ട്രംപ് ഒപ്പുവെച്ചതോടെ 7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കും അഭയാർത്ഥികൾക്കും കടുത്ത നിയന്ത്രണമാണ് നിലവിൽ വരുന്നത്. ഇറാൻ, ഇറാഖ്, ലിബിയ, സൊമാലിയ, സുഡാൻ, സിറിയ, യമൻ എന്നീ രാജ്യങ്ങൾക്കാണ് വിലക്ക്. തീവ്രവാദികളായ മുസ്ലിങ്ങളെ തടയുന്നതിനു വേണ്ടിയാണ് നടപടിയെന്ന് പെന്റഗണിൽ ട്രംപ് വിശദീകരിച്ചു. നമ്മുടെ രാജ്യത്തെ അംഗീകരിക്കുകയും ജനങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്നവരെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വിദേശികളായ ഭീകരരിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കാനാണ് ഉത്തരവെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. നൊബേൽ പ്രൈസ് ജേതാവ് മലാല യൂസഫ്സായും ഫേസ്ബുക്ക് CEO മാർക്ക് സുക്കർബർഗും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നു. രാജ്യസുരക്ഷ എല്ലാവരുടെയും ആശങ്കയാണ്. എന്നാൽ അത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ആളുകളെ മാത്രം കേന്ദ്രീകരിച്ചാകണം നിയന്ത്രണമെന്നും സുക്കർബർഗ് ഫേസ്ബുക്കിൽ കുറിച്ചു. അമേരിക്ക കുടിയേറ്റക്കാരുടെ നാടാണെന്നും അതിൽ അഭിമാനിക്കുകയാണ് വേണ്ടതെന്നും സുക്കർബർഗ് ട്രംപിനെ ഓർമ്മിപ്പിച്ചു. രാജ്യാതിർത്തികൾ സഹായം ആവശ്യമുള്ള അഭയാർത്ഥികൾക്ക് മുന്നിൽ തുറന്നുകൊടുക്കുകയാണ് വേണ്ടതെന്നും സുക്കർബർഗ് കൂട്ടിച്ചേർക്കുന്നു. മെക്സിക്കൻ അതിർത്തിയിൽ അഭയാർത്ഥി നിയന്ത്രണത്തിനായി മതിൽ കെട്ടാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ച ട്രംപിന്റെ നടപടിയും വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്. ഭരണഘടന സംരക്ഷിക്കേണ്ടവരുടെ ഭാഗത്തു നിന്നും യുക്തിരഹിതമായ പ്രചരണങ്ങൾ നടക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമൂഹത്തിൽ അന്ധവിശ്വാസവും അനാചാരവും മടക്കിക്കൊണ്ടുവരാൻ ശ്രമം നടക്കുന്നു. ഇതിനെതിരെ ശാസ്ത്രജ്ഞർ രംഗത്ത് വരണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 29ാമത് കേരള സയൻസ് കോൺഗ്രസ് തിരുവല്ലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി.